പുഴയുടെ പുളിനങ്ങളിൽ കണ്ണുനട്ട് പൈൻമരങ്ങളെ തഴുകിയെത്തുന്ന തണുത്ത കാറ്റിൽ സ്വയം മറന്ന് മുറാഖബയുടെ ആകാശപ്പരപ്പിലേക്ക് മനസ്സുകൊണ്ട് യാത്ര പോയ ഒരു പകൽ. വീണ്ടും ഒരു സായാഹ്നത്തിലേക്ക് ഈ പർണശാല ഉത്സാഹപ്പെടുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അള്ളാഹുവിൽ സ്വയം സർവസ്വം സമർപ്പിച്ചവന് പിന്നെ ഭയപ്പെടാനൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, മുത്തുപ്രവാചകൻ്റെ ഹിജറയുടെ വേള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖും നീണ്ടുപരന്ന മണൽക്കാട്ടിലൂടെ യസ്രിബ് ലക്ഷ്യം വെച്ച് പോകുകയാണ്. മുത്തുനബിയുടെ ശിരസ്സിന് ഇനാം പ്രഖ്യാപിച്ച മക്ക ഖുറൈശികൾ നാലുപാടും പ്രവാചകനെ തെരഞ്ഞ് പാഞ്ഞു നടക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ ചുറ്റും നടന്നു. ഇടക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു കുതിരസവാരിക്കാരൻ അവരുടെ സമീപത്തെത്തിയത് സിദ്ദീഖ് തങ്ങൾ കാണുകയാണ്. പ്രവാചകരെ, ഇതാ ഒരു കുതിരക്കാരൻ നമ്മെ സമീപിച്ചു കഴിഞ്ഞിരിക്കുന്നു. പുണ്യനബിയുടെ മുഖത്ത് നിറഞ്ഞ ശാന്തത. ദിവ്യകാരുണ്യത്തിൻ്റെ അമൃതവർഷം പോലെ മനോഹരമായൊരു പുഞ്ചിരിയോടെ മുത്തുപ്രവാചകൻ സിദ്ദീഖിനോട് പറയുകയാണ്, യാ സിദ്ദീഖ്, നമ്മോടുകൂടെ അള്ളാഹുണ്ട്, ഭയപ്പെടാതിരിക്കൂ. ദൃഢവിശ്വാസത്തിൻ്റെ വജ്രശോഭയുള്ള മറുപടി. ശത്രു തൊട്ടു പിന്നിൽ നിൽക്കുമ്പോഴും ശത്രുവിൻ്റെ വാൾത്തലപ്പ് വെയിലിൽ തിളങ്ങുമ്പോഴും ആ മറുപടിയിൽ വിശ്വാസത്തിൻ്റെ കരുത്തുണ്ടായിരുന്നു. ഉടൻ പാഞ്ഞെടുത്ത ആ കുതിരയുടെ മുൻകാലുകൾ മണലിൽ ആഴ്ന്നു താഴ്ന്നുപോയി. വിറളി പിടിച്ച നിലവിളിയോടെ അത് ശരീരം കുടഞ്ഞു. ശത്രുവിനെ തള്ളി താഴെയിട്ടു. സുറാഖബത്തുവിന് മാലിക് എന്ന ചെറുപ്പക്കാരനായിരുന്നു അത്. തരിച്ചു നിന്നുപോയ അയാൾ നോക്കുമ്പോൾ പ്രവാചകനും സിദ്ദീഖും നടക്കാൻ തുടങ്ങിയിരുന്നു. അയാൾ പ്രവാചകനോട് പറഞ്ഞു, മുഹമ്മദേ, നീ നിന്റെ നാഥനോടൊന്ന് പ്രാർത്ഥിക്ക്, എൻ്റെ കുതിരയെ ഒന്ന് രക്ഷപ്പെടുത്താൻ. ഉടനെ പ്രവാചകൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴേക്കും കുതിര പഴയ സ്ഥിതിയിലാകുകയും ചെയ്തു. സുറാഖക്ക് മനസ്സിലായി, ഈ മനുഷ്യനിൽ ദൈവിക സഹായം ഇറങ്ങുന്നുണ്ട് എന്ന കാര്യം. സുറാഖ് പറയുകയാണ്, മുഹമ്മദേ, യാത്ര തുടർന്നോളൂ. ഇനി ഞാൻ അങ്ങയെ പിന്തുടരില്ല. എൻ്റെ കൂട്ടുകാർ ആരെയും ഈ വഴി ഞാൻ ഇനി വിടില്ല. ഒരു പുഞ്ചിരിയോടെ സുറാഖയോട് മുത്തുപ്രവാചകൻ ചോദിച്ചു, കൈഫ ബിക യാ സുറാഖ ഇദാ ലബിസ്ത സിവാറായി കിസ്റ. സുറാഖ, കൈസർ ചക്രവർത്തി കയ്യിലണിയുന്ന തങ്കത്തരിവളകൾ നിന്റെ കയ്യിലെത്തുന്ന ഒരു ദിനം വരാനുഗിക്കുന്നു. എന്തായിരിക്കുമെന്ന് നിന്റെ അവസ്ഥ? സുറാഖ അത്ഭുതത്തോടെ ചോദിച്ചു, മുഹമ്മദേ, ഉർമുസിൻ്റെ മകൻ കിസ്റ ചക്രവർത്തി കൈസറിൻ്റെ വളയെക്കുറിച്ചാണോ അങ്ങീ പറയുന്നത്? മുത്തുപ്രവാചകൻ പറഞ്ഞു, അതെ, കിസ്റ തന്നെ. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര തുടരുകയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചന സ്വഭാവമുള്ള വാക്കുകൾ പിന്നീട് പുലരുക തന്നെ ചെയ്തു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇവിടെ അള്ളാഹുവിൽ അഭയം തേടിയ മുത്തുനബിയുടെ ഈമാനിക ദൃഢതയാണ് നാം കാണുന്നത്. അള്ളാഹു നമ്മോട് കൂടെയുണ്ട് എന്ന ചിന്ത ഈ പർണശാലയിലെ ഓരോ ദർവേഷിൻ്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ടാവണം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ദൈവിക സഹായം എപ്പോഴും പ്രതീക്ഷിച്ചു കൊണ്ടേയിരിക്കുക. ദിവ്യകാരുണ്യത്തെ തൊട്ട് ഒരിക്കലും പ്രതീക്ഷ കൈവിടാതിരിക്കുക. കണ്ട നാടിയേക്കാൾ നമ്മുടെ നാഥൻ നമ്മുടെ സമീപസ്ഥാനത്താണ്. ഒരു സായാഹ്നം കൂടി സന്ധ്യയ്ക്ക് വഴിമാറുകയാണ്. ഖാൻഖാഹിനെ ഇരുൾ മൂടാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഇരുട്ടിനെ കീറി മുറിക്കാൻ അപ്പോഴും പ്രതീക്ഷയുടെ ആകാശപ്പരപ്പിൽ നിലാവ് വിരുന്നെത്തിയിരുന്നു.